ശ്രീ വി രാജേഷ്, ഇന്ന് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് കരുതി ബാങ്കുകൾക്ക് മുമ്പിൽ എത്തിയ ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കേരളത്തിൽ നിന്നുള്ള വാർത്തകളെങ്കിലും അങ്ങയുടെ മുമ്പിലുണ്ട്. 2 പേർ മോഡി സർക്കാരിൻ്റെ പുതിയ നയത്തിൽ രക്തസാക്ഷികളായി എന്ന് പ്രതിപക്ഷ പാർട്ടികളെ കൊണ്ട്, അതായത് നിങ്ങളുടെ എതിർപക്ഷത്തെ പാർട്ടികളെ കൊണ്ട് പറയിക്കാൻ ഇടയാക്കിയ സാഹചര്യമാണ് ഇന്നുണ്ടായത്. ഏതൊക്കെ തരത്തിലാണ് ദുരിതം എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്ങനെ വിലയിരുത്തുന്നു BJP അതിന്? ദൗർഭാഗ്യകരമാണ് 2 പേർ മരണപ്പെട്ടത്. അമ്മയെ തല്ലിയാലും 2 പക്ഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വളരെ വലിയൊരു തീരുമാനം, ഞങ്ങൾ പല ചാനൽ ചർച്ചകളിലും ഇന്നലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു, വളരെ വലിയൊരു തീരുമാനം, രാജ്യത്തിൻ്റെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുന്ന ഒരു തീരുമാനം നടപ്പിലാക്കുമ്പോഴേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക്, കച്ചവടക്കാർക്ക്, ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് തീരുമാനമെടുത്തത്. പരമാവധി പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് 1-2 ദിവസം കൊണ്ട് തീരുകയില്ല. വരാൻ പോകുന്ന 1-2 ആഴ്ചകൾ കൂടി കഴിയുമ്പോഴേക്കും ബുദ്ധിമുട്ടിൻ്റെ തീവ്രത ഇന്നും ഇന്നലെയും ഉണ്ടായിരുന്നത് പോലെ നാളെയുള്ള ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഒരു 1-2 ആഴ്ച, 1 മാസമൊക്കെ ആകുമ്പോഴേക്കും സ്വാഭാവികമായി ഇതെല്ലാം പരിഹരിക്കപ്പെടും, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ ഒരു വാർത്ത കൂടി വരുന്നത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കൊല്ലത്തെ ഒരു ഹൃദ്രോഗി ഈ കറൻസി നോട്ടുമായ വിഷയത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന ബ്രേക്കിംഗ് വാർത്ത. ഇതൊക്കെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുക, ന്യായീകരിക്കുക എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഇതുപോലെയുള്ള മരണങ്ങൾ പോലും രാജ്യം സഹിക്കണം എന്നാണ് പറയുന്നത്? ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ മാർക്കറ്റിൽ, ചെറുകിട ചന്തകളിൽ ഒക്കെ ഉണ്ടാകുന്ന ക്രയവിക്രയങ്ങളിൽ പെടുന്ന പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരം പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ? ഇത് ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞത് ഇപ്പോൾ 2 ദിവസമാകുമെന്ന് ഇന്നലെ പറഞ്ഞത്, ഒരാഴ്ചയെങ്കിലും ആകുമെന്ന് പറഞ്ഞത് ഇപ്പോൾ അങ്ങ് പറയുന്നത് 2 ആഴ്ച, 1 മാസം എന്നൊക്കെയാണ്. ഇതിങ്ങനെ വളരുന്നത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തേക്കാണോ? ലാലിപ്പോൾ സ്ക്രോൾ വരുന്നത് ഇവിടെ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നാണ്, അല്ല, കുഴഞ്ഞു വീണും മരണപ്പെട്ടു എന്നാണ്. അതായത് ഹൃദ്രോഗി കുഴഞ്ഞു വീണ് മരിച്ചു. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ റീസണായി നോട്ടുകൾ കത്തിച്ച് കളയണമെന്ന് സുഹൃത്ത് പറഞ്ഞപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ദൗർഭാഗ്യമാണ്. പല കുട്ടികളും സ്കൂൾ ക്ലാസ്സുകൾ SSLCക്ക് മാർക്ക് കുറയുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യാറുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരമാണ്, അത്തരത്തിൽ ആരോ പറഞ്ഞ തെറ്റായ ഒരു വിവരം കേട്ടുടൻ തന്നെ ഹൃദ്രോഗിയായിരുന്ന ഒരു വ്യക്തി കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. സംഭവിക്കാൻ പാടില്ല. രാജേഷ്, എന്താണ് ഉദ്ദേശിച്ചത്? BJP കരുതിയിരിക്കുന്നത് ഈ നാട്ടിലെ ആളുകൾക്കെല്ലാം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ദിവസം രാത്രി 8 മണിക്ക് ദേശീയ ശൃംഖലയിലൂടെ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, അതിൻ്റെ എല്ലാ ശാസ്ത്രവും മനസ്സിലാക്കി, അത് മനസ്സിലാക്കിയുള്ള മുണ്ടുമുറുക്കി ഉടുക്കലുകളും സഹിക്കലുകളും നടക്കുമെന്നാണോ? അവർക്ക് അറിവില്ലായ്മ ഉണ്ടാകും, അവരെ ചൂഷണം ചെയ്യുന്നവരുണ്ടാകും. അതിനെ മനസ്സിലാക്കി മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ചെയ്യേണ്ടത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ മുൻ തയ്യാറെടുപ്പുകളൊക്കെ പാളിപ്പോയി എന്നല്ലേ മനസ്സിലാക്കുന്നത്? 135 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് നിലവിലുള്ള സിസ്റ്റം വെച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്ന എല്ലാ മുൻകരുതലുകളും എടുത്ത് വളരെ ആലോചിച്ച് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഒക്കെ തന്നെ ചർച്ച ചെയ്ത് തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒഴിവാക്കാൻ സാധിക്കുന്ന, ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുന്ന നിമിഷത്തിൽ ഇന്ന് തന്നെ ഇപ്പോൾ അടുത്ത നിമിഷം ഇടപെടുകയാണ്. ഇന്ന് തന്നെ ഇപ്പോൾ 3 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. അതായത് ഇന്ന് രാത്രി കൂടി മാത്രം സമയം പോരാ എന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആവശ്യം ഉയർന്നു വന്നപ്പോഴേക്കും ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്തു. ടോൾ പ്ലാസകളിൽ ചില്ലറ ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുവദിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ട്. പക്ഷേ ഗവൺമെൻറ് പറയുക, വരാൻ പോകുന്ന ഇത്ര ദിവസങ്ങളിലേക്ക് നിങ്ങൾ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓരോ നിമിഷവും രാജ്യത്ത് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് നോക്കിക്കൊണ്ട് ഗവൺമെൻറ് ടൈംലി ഇൻ്റർവെൻഷൻ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരമാവധി കുറയ്ക്കാൻ നോക്കുകയാണ്. ഞാൻ 1-2 ദിവസം കൊണ്ട് 1-2 ആഴ്ച എടുക്കുമെന്നത് നോർമൽ അവസ്ഥയിലാകാൻ വേണ്ടി. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സംവിധാനമാണ്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ സ്വഭാവമുണ്ട്, സാമ്പത്തിക സ്വഭാവമുണ്ട്. കേരളത്തിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു പ്രത്യാഘാതമായിരിക്കില്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉണ്ടാകുക, കാശ്മീരിൽ ഉണ്ടാകുക, ഡൽഹിയിൽ ഉണ്ടാകുക. ഇതൊക്കെ ഓരോന്നിനും ഓരോ സ്വഭാവമാണ്. അവിടെയൊക്കെ ഒരേ തന്ത്രം ഉപയോഗിച്ച് ഇതിനെ നേരിടാം എന്ന് ഉപദേശിച്ചവർക്ക് വീഴ്ച പറ്റിയോ എന്നാണ് അറിയേണ്ടത്. കാരണം കേരളത്തിലുള്ള ഒരു നേതാവാണ് താങ്കൾക്ക് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അറിയാം. ഇന്ന് തിരുവനന്തപുരത്ത് ക്യൂ നിന്നവരുടെ കൂട്ടത്തിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞ വൃദ്ധന്മാരുണ്ട്. അവർക്കൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞ അർത്ഥത്തിലാണ് എടുക്കേണ്ടതെങ്കിൽ ഹൃദ്രോഗം ഉള്ളവരാണ്, അവരൊക്കെ ഇങ്ങനെയൊക്കെ നിന്നാൽ ചിലപ്പോൾ കുഴഞ്ഞു വീണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. അതാണോ നിങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് കണ്ടിരിക്കുന്ന ഉത്തരം? ഹൃദ്രോഗമുള്ള വ്യക്തിയാണ് മരണപ്പെട്ടതെന്ന് നിങ്ങളുടെ ചാനലിൽ കാണിച്ച വാർത്ത ഞാൻ വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ലാൽ, ഇപ്പോൾ
നമ്മുടെ ഹൃദ്രോഗം കൊണ്ട് മരിച്ചു എന്നല്ല, ഹൃദ്രോഗം ഉള്ളതുപോലെ പല അസുഖങ്ങൾ പലർക്കും ഉണ്ടാകും ശ്രീ രാജേഷ്. അതൊക്കെ ഇത്തരം ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ ദീർഘിപ്പിച്ച് അതിനെ വലുതാക്കി അവർക്ക് മരണപ്പെടാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഈ നയത്തിന്, കള്ളപ്പണത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ രക്തസാക്ഷിയായി എന്ന് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പാവപ്പെട്ട ജവാന്മാർ, നമ്മുടെ ധീര ജവാന്മാരുടെ ജീവൻ പോകുന്നത് പോലെ നിങ്ങൾ അവകാശപ്പെടുകയാണോ ഈ മരണങ്ങളെയൊക്കെ? ലാൽ, ഇപ്പം APL BPL കാർഡുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ ദിവസം കൊണ്ട് കേരളത്തിൽ സാധാരണക്കാർ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച ഒരു വിഷയത്തിൻ്റെ പ്രാരാബ്ദം ജനങ്ങൾ അനുഭവിക്കുകയാണ് ലാലേ. ഒരു സിസ്റ്റത്തിൽ ചില കാര്യങ്ങൾ കാർഡിന്റെ പുറത്ത് ഏതെങ്കിലും ഒരു ആൾ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം സർക്കാർ പറയേണ്ടി വരും. അങ്ങനെ കഷ്ടപ്പെടുത്താനുള്ളതല്ല ഇവിടുത്തെ ജനതയെ. ഞാൻ പരമാവധി സംയമനം പാലിച്ചാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ലാൽ പ്രകോപിപ്പിക്കുക, നിങ്ങളുടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ APL BPL കാർഡിലുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ നിന്നും ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രം. പല സാഹചര്യങ്ങളും ജനങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. പണ്ട് മാവേലി സ്റ്റോറിൽ അനുഭവിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ട്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടന തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. തീവ്രവാദ പ്രവർത്തനം വർദ്ധിക്കുന്നു. ഒരു നിമിഷമെങ്കിലും വൈകിച്ചു കഴിഞ്ഞാൽ രാജ്യം വല്ല അപകടത്തിലേക്ക് ചെന്നപ്പെടും എന്ന ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ ഉള്ളവരുടെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ് നീണ്ട നാൾ നടന്ന കൂടിയാലോചനയുടെ ഫലമായിട്ടാണ് ഇത്. ആ കാര്യത്തെക്കുറിച്ചല്ല എന്റെ ചോദ്യം. സർക്കാർ എടുത്ത ഈ തീരുമാനത്തെക്കുറിച്ചല്ല, ഇതുപോലെയുള്ള നോട്ടുകൾ പിൻവലിച്ചതിനെ കുറിച്ചല്ല. പക്ഷെ നിങ്ങൾ 6 മാസമായി എടുത്ത തയ്യാറെടുപ്പിന്റെ ഭാഗമായി ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടാണ്. അത് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അല്ല. ഇപ്പോഴും പറയുന്നത് കണ്ടില്ലേ, ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്ര പേർ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നു, ഈ തീരുമാനത്തെ പൊക്കി പറയുന്നു എന്നാണ്. മിണ്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ പറ്റാത്ത രോഗികളുണ്ട്, സ്ത്രീകളുണ്ട്, വീട്ടമ്മമാരുണ്ട്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനിയുള്ള ദിവസങ്ങളിലാണ് അവരൊക്കെ വരിക. ശ്രീ രാജേഷ്, ആ പ്രതിസന്ധി നിങ്ങൾ കാണുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അവരെല്ലാം വരുന്ന ഒരു ദിനത്തെ ഞങ്ങൾ നോക്കിയിരിക്കുക. ഞങ്ങൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നത് ഇപ്പോൾ ക്യാമറയ്ക്ക് മുൻപിൽ വരാൻ പറ്റാത്ത ജനങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ വികാരങ്ങളും ബുദ്ധിമുട്ടുകളും പങ്കുവയ്ക്കാൻ സാധിക്കാത്ത ജനങ്ങൾ, അവരൊക്കെ തന്നെ ഒരു ദിനം ഇതിൻ്റെയൊക്കെ അവരുടെ വികാരങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി, ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് പങ്കുവയ്ക്കാൻ വരുന്ന 2019 ഒരു ദിനത്തിലെ വളരെ പ്രതീക്ഷയോടെ നോക്കി ഞങ്ങൾ ഇരിക്കുക. ഇതിൻ്റെയൊക്കെ റിസൾട്ട് 2019 ഒരു പ്രതീക്ഷ ഉണ്ടാകാൻ വേണ്ടി, നിങ്ങൾക്കൊരു വോട്ട് പോളിംഗ് ബൂത്തിൽ കിട്ടാൻ വേണ്ടി, ആ ജനങ്ങളുടെ പ്രതികരണം അവിടെ നിങ്ങൾക്ക് ടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ്. എന്റെ ചോദ്യം അതല്ല ശ്രീ വി രാജേഷ്. നമ്മൾ സംയമനത്തോടുകൂടി ഇന്നുണ്ടായ പ്രതിസന്ധിയെ ചർച്ച ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ക്യൂ നിന്ന ആളുകളുടെ പ്രശ്നമാണ്. ഇന്നൊരു 1000 രൂപയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ 4000 രൂപയ്ക്ക് വേണ്ടി ശ്രമിച്ചവർക്ക് കിട്ടിയ അത് അതിനേക്കാൾ കുറഞ്ഞ തുകകൾ. ATM-ൽ ഇന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞ തുകകളൊന്നും അവിടെ ഇല്ല. ഇനി നാളെ ഉണ്ടാകുമായിരിക്കും. ഇന്ന് കിട്ടിയ കുറച്ചു പേരുണ്ട്, അവർ നാളെയും വരും. അവർക്ക് നാളത്തെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ചെറുകിട കർഷകർക്കും കച്ചവടക്കാർക്കും കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകണം. വലിയ മാളുകളിലും വസ്ത്രശാലകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് അവിടെ പണിയില്ലാത്തത് കൊണ്ട് പണി പോകുന്ന അവസ്ഥയാണ്. ഇതൊക്കെ നിങ്ങൾ മുൻകൂട്ടി കണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. ഞാൻ ഈ രണ്ടിന് ഞാൻ ആൻസർ തരാം. ഒന്ന്, ഞാൻ 2019 എന്ന് പറഞ്ഞത് ഗവൺമെൻറ് എടുത്ത ഈ തീരുമാനം തെറ്റായിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ വിധി എഴുതിക്കോട്ടെ. ആ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. തെറ്റായിട്ടുള്ളതാണ് അല്ല ഈ തീരുമാനം ഗവൺമെന്റ് സർക്കാർ എടുത്ത തീരുമാനത്തിന് മറുപടി 2019 ബാക്കി ജീവനുള്ളവരാണ് നൽകേണ്ടത് എന്നാണോ അങ്ങ് പറയുന്നത്? നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ പാർട്ടി, ഈ നാട്ടിൽ ഭരിക്കുന്ന പാർട്ടി കോൺഗ്രസോ CPM-ഓ ആണെങ്കിൽ അവരെടുക്കുന്ന തീരുമാനത്തെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നിങ്ങൾ കാത്തിരിക്കുകയാണോ പതിവ്? അങ്ങനെ ഒരു നാട്ടിൽ നടക്കാറില്ല. എന്നെ ആക്രമിക്കാൻ ലാലിന്റെ ഉദ്ദേശം ഞാൻ ഉണ്ടായിരിക്കാം. എന്നെ ആക്രമിക്കാൻ ഉദ്ദേശം ഞാൻ ഉണ്ടായിരുന്നില്ല. കള്ളപ്പണത്തിന് കൂട്ടുവെക്കുന്ന ചോദ്യമാണോ ചോദിച്ചത്? അല്ല, താങ്കളുടെ ചോദ്യത്തിൽ ഒരു തെറ്റുമില്ല. പക്ഷേ താങ്കളുടെ ചോദ്യത്തിന്റെ ആദ്യത്തെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ പാർട്ട് ഉത്തരം പറയാൻ എനിക്ക് സമയം തന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ലാലെ ATM-ൽ ഷോർട്ടേജ് ഒന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ 2019 എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെതിരെ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ ഗവൺമെന്റ് ജനങ്ങൾ വിധി എഴുതാം. ഇവിടെ ATM-ൽ താങ്കൾ ഷോർട്ടേജ് എന്ന് പറഞ്ഞു. നമ്മൾ ചർച്ച ചെയ്യേണ്ട വസ്തു തന്നെയാണ്. സാധാരണ ഒരു ATM-ൽ എന്നെക്കാൾ ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ബാങ്ക് മാനേജർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് തന്നെയാണ് ഞാൻ പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ഞാൻ കരുതുന്നു. ഒരു 35-40 ലക്ഷം എനിക്ക് കേട്ടത് മാത്രമേ രൂപ വരെയൊക്കെയാണ് ചില ATM കൗണ്ടറുകളിൽ നിക്ഷേപിക്കുന്നത് മെഷീനുകളിൽ. എന്നാൽ ഇപ്പം അത് 500-ൻ്റെയും 1000-ൻ്റെയൊക്കെ നോട്ട് വരുമ്പോൾ ഇപ്പം 100-ൻ്റെ നോട്ട് നിക്ഷേപിച്ചപ്പോഴേക്കും 5-6 ലക്ഷം രൂപ മാത്രമേ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് തന്നെ 2-3 മണിക്കൂർ 4000 രൂപ വെച്ചാണെങ്കിലും കുറേ കസ്റ്റമേഴ്സ് പണം വിഡ്രോ ചെയ്യുമ്പോഴേക്ക് അത് കാലിയാവും. പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് ചെയ്തത് എന്താ, 2-3 മണിക്കൂർ ഇടവിട്ട് ATM കൗണ്ടറുകൾ ഫില്ല് ചെയ്യാനുള്ള സിസ്റ്റം ഗവൺമെൻറ് ഉണ്ടാക്കി. പക്ഷേ പണം സപ്ലൈ ചെയ്ത് വി രാജേഷ്, ഇതുപോലെ നിങ്ങൾ ഇതൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരെ ലൈനിൽ കാത്തു നിൽക്കുന്നത് രോഗികൾ, സ്ത്രീകൾ, വീട്ടമ്മമാർ, തൊഴിലെടുക്കാൻ പോകാതെ പലരും, കുറച്ചുപേർ തൊഴിലില്ലാതെ കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാകാം. അവരുടെ മാത്രം അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടിട്ട് കാര്യമില്ല. ഇവർക്ക് നാളെയും ജോലിക്ക് പോകാൻ പറ്റില്ല, നാളെയും കാത്തു നിന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റന്നാൾ അവിടെ നിൽക്കണം. അന്ന് കിട്ടുന്നതും കൊണ്ട് അന്നത്തെ ഉപജീവനം നടക്കും, അടുത്ത ദിവസം വീണ്ടും പോയി നിൽക്കണം. ഇതാണ് നടക്കുന്നത്. ഇതിനിടയിൽ കുറച്ചുപേർ കുഴഞ്ഞു വീണ് മരിക്കുന്നു, നേരത്തെ ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. ഇതൊക്കെയാണ് പ്രശ്നം. ഞാൻ തിരിച്ചു വരാം ശ്രീ വി രാജേഷ്. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, താങ്കളുടെ പാർട്ടിയാണ് 2014 വരെ ഈ രാജ്യം ഭരിച്ചത്. നിങ്ങൾക്കും കള്ളപ്പണത്തെ തടയാൻ ഇതുപോലെയുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചില്ല? ഇന്ന് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ ATM-ൽ പോയി ആള് കാണിക്കുകയായിരുന്നു എന്നാണ് ഭരണപക്ഷം പറയുന്നത്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി കാണിച്ച ഒരു തന്ത്രം മാത്രമാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് മുൻപ് ഇത്തരം മാർഗങ്ങൾ അവലംബിച്ചില്ല? ഇപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യലിലൂടെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്? എന്തിന്? ഡോക്ടർ ലാലെ, എന്നോടിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി മുൻ ധനകാര്യമന്ത്രി, അതായത് കോൺഗ്രസിൻ്റെ ധനകാര്യമന്ത്രി, 2014 വരെ ഭരിച്ച ധനകാര്യമന്ത്രി ചിദംബരം അതിനുത്തരം ഇന്നലത്തെ പത്രങ്ങളിലൊക്കെ കൊടുത്തിരുന്നു. ചെറുതായിട്ടെങ്കിലും വന്നു, മലയാള പത്രങ്ങളിൽ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് UPA കാലത്ത് തന്നെ ഇത്തരം ഒരു കാര്യത്തെപ്പറ്റി ആലോചിച്ചിരുന്നു. അഴിമതിക്കും പിന്നെ ഈ കള്ളപ്പണത്തിനും കള്ളനോട്ടിനും ഒക്കെ ഭീകരതയ്ക്കും ഒക്കെ പരിഹാരമുണ്ടാക്കാൻ ഉപകരിക്കുമെങ്കിൽ ഇത്തരം ഒരു നടപടി ചെയ്യാൻ UPA സർക്കാരും ആലോചിച്ചിരുന്നു. പക്ഷേ 15,000-നും 20,000 കോടിക്കും ഇടയ്ക്ക് വരുന്ന തുക ഈ പുതിയ സംവിധാനം വരുത്തുന്നതിന് വേണ്ടി ചെലവാകും. ആ ചെലവാകുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന കള്ളപ്പണത്തിൻ്റെ കിട്ടുന്ന തുകയും കൂടി നോക്കിയാൽ അത് രാജ്യത്തിന് ശ്രേയസ്സാകുമോ എന്ന് നോക്കിയിട്ടിപ്പോൾ അത് വേണ്ട എന്നാണ് UPA സർക്കാർ അന്ന് തീരുമാനിച്ചത് എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഏതാണ്ട് 20,000 കോടി രൂപ വരെ ഈ 2000 നോട്ടിറക്കിയതും പുതിയ നോട്ടിറക്കിയതും പഴയ കറൻസി പിൻവലിച്ചതിനുമായിട്ട് ചിലവാകും എന്ന് ഇന്നലെ ചിദംബരം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ പണവും ക്യാഷും GDP-യുമായിട്ടുള്ള റേഷ്യോ ഇന്ത്യയിൽ 12%. അത് ലോകരാജ്യങ്ങളിൽ ആഗോളതലത്തിൽ അത് വരുന്നത് 4%. ഈ 4%-ലേക്ക് പണവും GDP-യുമായിട്ടുള്ള റേഷ്യോ എത്തിക്കാൻ കഴിയുമെങ്കിൽ ഓക്കെ, ഈ ചെയ്തത് നല്ല കാര്യമാണ് എന്ന് തീർച്ചയായിട്ടും ചിദംബരം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം ചർച്ച നടന്ന കാര്യങ്ങൾ, ഈ നാടകങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായി ഈ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. നരേന്ദ്രമോദി ചെയ്തത് നല്ല കാര്യമാണെന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. കാരണം കള്ളപ്പണത്തിനുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയിൽ, ഭീകരവാദത്തെ വളമിടുന്ന ഇതിന് എതിരായി നിൽക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ, കള്ളനോട്ടിനെതിരായി നിൽക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രിമാരെ എല്ലാം കൂടെ യോഗത്തിൽ വിളിച്ചു കൂട്ടുന്നു. അദ്ദേഹം അപ്പോൾ പറയുന്നു, എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പറയുന്നു, നമ്മൾ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളൊന്ന് പിൻവലിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്, അതിനെപ്പറ്റി നമുക്കൊന്ന് തീരുമാനമെടുക്കാം എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കണം, ആരും പിരിഞ്ഞു പോകരുത്, ഒരാൾ ഈ മുറിക്ക് പുറത്തു പോകരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു. ഇന്ത്യൻ പ്രസിഡന്റിനെ കാണുന്നു, കരസേനയും നാവികസേനയുടെയും വ്യോമസേനയുടെയും അധിപന്മാരെ കാണുന്നു. അത് കണ്ടിട്ട് അദ്ദേഹം വീണ്ടും ക്യാബിനറ്റ് മുറിയിലേക്ക് തിരിച്ചു വന്നിട്ട് പറയുന്നു, ഇനി എല്ലാവർക്കും പോകാം. അതുവരെ ഈ മന്ത്രിമാരെ ബന്ദികളാക്കി നിർത്തിയിട്ട് ഈ കാര്യങ്ങൾ പത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പത്രങ്ങളുടെ മുമ്പ് വരുന്നു. ഇതൊക്കെ ചെയ്യേണ്ട ആൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല, ഇതൊക്കെ ചെയ്യേണ്ട റിസർവ് ബാങ്കിൻ്റെ ഗവർണറാണ്. എല്ലാ കാലങ്ങളിലും പണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നാടകമൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു 1-2 ആഴ്ച കൊടുത്തിട്ട് തീർച്ചയായിട്ടും 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിക്കാമായിരുന്നു. 500-ൻ്റെ 1000 വോട്ടുകൾ ഞങ്ങൾ 2 ആഴ്ചയ്ക്കകം പിൻവലിക്കാൻ പോകുന്നു. അത് പിൻവലിക്കാൻ പോകുന്ന ഘട്ടത്തിൽ മാറ്റിയെടുക്കാൻ ബാങ്കിനെ ഞങ്ങൾ ചുമതലപ്പെടുത്തുന്നു എന്ന് തീർച്ചയായിട്ടും പറഞ്ഞാൽ ഒരു നാടകവുമില്ലാതെ ഇതൊക്കെ നടക്കും. ഇതുകൊണ്ടുള്ള പ്രയോജനം ഈ നേരത്തെ രാജേഷും ഡോക്ടർ ലാലും തമ്മിൽ നടന്ന സംസാരത്തിൽ എത്രയോ ജനങ്ങൾ, ഞാൻ ഒരു കണക്ക് പറഞ്ഞോട്ടെ, ആ കണക്കിനകത്ത് 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ബാങ്കിൻ്റെ ശാഖയെങ്കിലും ഉള്ളത് ഇന്ത്യയിൽ
17% ഗ്രാമങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഗ്രാമങ്ങളിൽ, ബാക്കി ഏതാണ്ട് 80% ഗ്രാമങ്ങളിൽ ഈ 5 കിലോമീറ്റർ അല്ല 10 കിലോമീറ്റർ ചുറ്റളവിൽ പോലും ഒരു സ്ഥലമില്ല. നമ്മുടെ കേരളത്തിലെ സ്ഥിതി ഇത്ര ദുര്യോഗമാണെങ്കിൽ ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ പാവങ്ങൾ എങ്ങനെ ഇതിനെ പരിഹാരമുണ്ടാക്കാൻ കഴിയും? എത്ര ദിവസം ഇതിനെടുക്കും? പിന്നെ കേരളമധ്യം അടക്കമുള്ള ദേശീയ തലത്തിലുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായില്ലേ? വലിയ സ്തംഭനമായില്ലേ? എത്ര നമ്മുടെ ഇക്കണോമിക്കുണ്ടായ ആഘാതം എത്ര ഭയങ്കരമാണ് ഇതിൻ്റെ കാര്യത്തിൽ. പക്ഷേ കള്ളനോട്ടിൻ്റെ കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഓക്കെ, നല്ല കാര്യമാണ്. നരേന്ദ്രമോദി ധീരമായ നിലപാടെടുത്തു എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഈ ജനങ്ങളെ ഇത്രത്തോളം മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ നാടകങ്ങളൊക്കെ നടത്താതെ തന്നെ ഇത് നടത്തിയ ഒരു കാലഘട്ടമുണ്ട്. മൊറാർജി ദേശിയുടെ കാലത്ത് അന്നത്തെ ധനകാര്യമന്ത്രികളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേളയിൽ ശ്രീ എ റഹീം, ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് 500,000 രൂപയുടെ നോട്ടുകൾ ഇനിയും കുറച്ചു ദിവസം കൂടി ഉപയോഗിക്കാൻ ചില സ്ഥലങ്ങളിൽ കൂടി റിലാക്സേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവശ്യ സേവനങ്ങൾക്കാണ് നോട്ട് ഉപയോഗിക്കാൻ കഴിയുക. വൈദ്യുതി, വെള്ളക്കരം, KSRTC, ട്രെയിന്, ശ്മശാനം, പമ്പുകൾ ഇതൊക്കെ തുടർന്നും ഉപയോഗിക്കാം. സർക്കാർ ഓഫീസുകൾ, ഫാർമസികൾ, പാൽ ബൂത്തുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാം എന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളും, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യം സർക്കാരിനോട് നടത്തിയിരുന്നു. ഇപ്പോൾ ഈ രീതിയിലൊരു മാറ്റത്തിലേക്ക് പോകുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പാർട്ടി ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വൈകുന്നേരം മനസ്സിലാക്കിയത്. നാളെ മുതൽ ബാങ്കുകൾക്ക് മുമ്പിൽ ഹെൽപ്പ് ഡെസ്കുകൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന്. അത്രമാത്രം അവിടെ സേവനം ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയോ? ഡിവൈഎഫ്ഐയും പാർട്ടിയും ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഹെൽപ്പ് ഡെസ്കുകളുണ്ടാവും. ആളുകളെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം തന്നെ ഹെൽപ്പ് ഡെസ്കുകൾ, അതെല്ലാം ബാഹ്യമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില പരിമിതമായ ഇടപെടലുകൾ മാത്രമാണ്. അത്തരം ഇടപെടലുകളിലേക്ക് ഞങ്ങൾ പോകും. ഇവിടെ വരുന്ന പ്രശ്നം 2 തരത്തിലാണ് ഞാനിതിനെ കാണുന്നത്. ഒന്ന്, വ്യക്തിപരമായിട്ടുണ്ടാകുന്ന നഷ്ടം, രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെടുന്നു, അത്തരമെല്ലാമുള്ള കാര്യം. ഞാൻ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി കാണാൻ ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് ഈ പറയുന്ന ദിവസങ്ങൾ കൊണ്ട് വിപണി തകർന്നു. ഇപ്പോൾ ശ്രീ സൂര്യനാട് സൂചിപ്പിച്ചു, വിപണി തകർന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് നമ്മുടെ എക്കണോമിനെ ബാലൻസ് ചെയ്യാൻ പോവുക? ഗവൺമെൻറ് എന്ത് മെഷർമെൻറ്റാണ് എടുക്കുന്നത്? ഇതൊരു സാമ്പത്തിക ക്രൈസിസ് പോലെയാണല്ലോ. വിപണി നിശ്ചലമാകുന്നു. ഇതിലുണ്ടാകുന്ന ഈ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റിനെ മറികടക്കാൻ എന്ത് സ്റ്റിമുലേഷൻ പാക്കേജാണ് ഗവൺമെൻറ് മുമ്പിലുള്ളത്? ഇത് പരിഹരിക്കപ്പെടാൻ കഴിയുക പൊതുവിപണിയിൽ കൂടുതൽ സർക്കാർ ഇടപെടുക, പൊതു ഉൽപ്പാദന മേഖലയിൽ കൂടുതൽ സർക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അങ്ങനെയൊക്കെയാണ് സാധാരണ സ്റ്റിമുലേഷൻ പാക്കേജ് പല ക്രൈസിസുകളും നേരിടുന്നതിന് വേണ്ടി പലപ്പോഴായി ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും പോളിസി സർക്കാരിനുണ്ടോ? ഇല്ല. 2, കാലേക്കുട്ടി തീരുമാനിച്ച കാര്യമാണിത്. കാലേക്കുട്ടി തീരുമാനിച്ച ഒരു ഇത്രമാത്രം തയ്യാറെടുപ്പുകൾ എടുത്താൽ മതിയായിരുന്നോ? ഇതൊരു വലിയ പ്രശ്നമല്ലേ? ഇത് 2. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ചെറിയ ചില ബുദ്ധിമുട്ടുകൾ കുറച്ച് ദിവസം നാം സഹിക്കേണ്ടി വരും വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു യുദ്ധം വന്നു, ഒരു സംശയവുമില്ല. ജനങ്ങൾ യുദ്ധമാണെങ്കിൽ കൂടിയും വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് സഹിക്കാൻ കഴിയുന്നവർ തന്നെയാണ് ഇന്ത്യയിലെ മുഴുവൻ ഭാരതീയരും. യാതൊരു സംശയവും വേണ്ട. രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സർജിക്കൽ സ്ട്രൈക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി കാണിച്ചൊരു മാതൃകയുണ്ട്. BJPയുടെ തന്നെ പ്രധാനമന്ത്രി, ഇതേ പ്രധാനമന്ത്രി കാണിച്ച മാതൃക കൺസെൻസിലെടുത്തു. മുഴുവൻ കക്ഷി നേതാക്കളെയും രാഷ്ട്രപതിയെയും അങ്ങനെ മുഴുവൻ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനെ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞു. ഇത്തരം ഒരു മൂവ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടൊരു കൺസെൻസിലേക്ക് എടുക്കാൻ നിങ്ങൾ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് അത്തരമൊരു തയ്യാറെടുപ്പിലേക്ക് പോയില്ല? ശ്രീ സൂര്യനാട് നേരത്തെ പറഞ്ഞതുപോലെ റിസർവ് ബാങ്ക് ഗവർണർ മാത്രം പ്രഖ്യാപിക്കേണ്ടിയിരുന്ന ഒരു കാര്യം എന്തുകൊണ്ട് പ്രധാനമന്ത്രി വളരെ നാടകീയമായി വന്ന് പ്രഖ്യാപിച്ചു? ഇവിടെ ധനമന്ത്രിക്ക് പറയാവുന്ന കാര്യം എന്തുകൊണ്ട് പ്രധാനമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങി? ഞാനിതെല്ലാം ചേർത്ത് വായിക്കുകയാണ്. ഇവിടെ രാജ്യം അപകടകരമായൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട് എങ്കിൽ ആർക്കാണ് ഇവിടെ എതിർപ്പ്? രാജ്യം ഇത്തരത്തിൽ സാമ്പത്തികമായി കള്ളപ്പണം കൊണ്ട് നേരിടുന്നുവെങ്കിൽ എന്ത് പ്രതിസന്ധി? ഇപ്പോൾ ഇതിനെ അങ്ങനെയൊന്നും പറയാൻ ശ്രമിക്കാതെ ഇതൊരു പൊളിറ്റിക്കൽ മൈലേജിനുള്ള ഒരു ടൂളായി ഉപയോഗിച്ചു എന്നുള്ള വാദഗതിയെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ അത് ശക്തമായി ഈ ഒരു കാര്യം
എല്ലാ തയ്യാറെടുപ്പോടുകൂടി നടപ്പിലാക്കുകയാണെങ്കിൽ കള്ളപ്പണത്തിന് അത് കുറയ്ക്കുമെന്നുള്ള കാര്യം നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ സമ്മതിച്ചിട്ടുള്ളതാണ്. അല്ല, ഞാൻ എല്ലാ രാഷ്ട്രീയ നേതാക്കളും സമ്മതിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ആ പറഞ്ഞ തയ്യാറെടുപ്പുകൾ പൂർണ്ണമായി നടപ്പിലാക്കുന്നില്ല. അത് ഇവർ വെറുതെ പറഞ്ഞതാണ്, തയ്യാറെടുപ്പുകൾ ഇല്ലായിരുന്നു എന്നാണോ? അതോ ഈ തയ്യാറെടുപ്പുകളെ കുറിച്ച് ഉപദേശിച്ചവർ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും ഒരേപോലെയുള്ള ഒരു അറിവാണ് കൊടുത്തത്, അത് പാളിപ്പോയി എന്നുമാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് വായിക്കാം. സർക്കാരിൻ്റെ തീരുമാനം കൊണ്ട് 3% കള്ളപ്പണം മാത്രമേ തടയാൻ കഴിയുകയുള്ളൂ. ഈ പറഞ്ഞത് ആരാണ്? CPM നേതാവല്ല, ഗോവിന്ദാചാര്യയാണ്, RSSൻ്റെ നേതാവാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഇത് പറഞ്ഞു? ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും ഇതേ പറയാനാകൂ. ഞാൻ ചോദിക്കട്ടെ, കള്ളപ്പണം തടയാൻ വേണ്ടി തയ്യാറാവുന്നു. കള്ളപ്പണം ഇങ്ങനെ മാത്രം തടയാൻ കഴിയുമോ? കള്ളപ്പണത്തിൻ്റെ മഹാഭൂരിപക്ഷം എങ്ങനെയാണ്? ഇപ്പോൾ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവരിത് സംബന്ധിച്ചൊരു നീക്കം നടത്തിയിരുന്നു. UPA ഗവൺമെൻറ് അന്ന് BJPയുടെ ആസ്ഥാനത്ത്, ദേശീയ ആസ്ഥാനത്ത് തന്നെ BJPയുടെ നേതാവ്, അന്നത്തെ വക്താവ്, ഞാൻ പേര് എടുത്ത് പറയാം, വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ്. BJPയുടെ വക്താവ് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. ഇന്നല്ല, UPA ഗവൺമെൻറ് മുമ്പോട്ട് പോയപ്പോൾ UPA ഗവൺമെൻറ് BJP വക്താവ് മീനാക്ഷി ലേഖി ആണ് ഇത് പറഞ്ഞത്. ഇപ്പോൾ MP ആണ്. കഴിഞ്ഞ തവണ UPA ഗവൺമെന്റ് നടപടിക്രമങ്ങളിലേക്ക് പോയി. ശ്രീ ശൂരനാട് നേരത്തെ സൂചിപ്പിച്ച നടപടിയിലേക്ക് പോയി. ഞാനതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഈ ചർച്ച തീരുന്നതിന് മുമ്പ് ഞാനൊന്ന് വായിച്ചു പറയാം. ഇപ്പൊ എന്നെ പറയാൻ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കും. UPA ഗവൺമെന്റ് പോകുന്ന സമയത്ത് അന്ന് തിരുത്തിയവരാണ് അവർ. അതിന്റെ വിഷ്വൽ ഉൾപ്പെടെ കൈകളിൽ പ്ലേ ചെയ്യുമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. മീനാക്ഷി ലേഖിയുടെ വാർത്താ സമ്മേളനം, BJP ആസ്ഥാനത്തിലെ വാർത്താ സമ്മേളനത്തിലെ വിഷ്വൽ എൻ്റെ കയ്യിലുണ്ട്. ശ്രീ റഹീം പറഞ്ഞു സൂചിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് അന്ന് മൻമോഹൻ സിംഗിന്റെ സർക്കാർ ചില നോട്ടുകൾ പിൻവലിക്കുന്നതിന് അന്ന് ശ്രമിച്ചിരുന്നു. അല്ലല്ല, അത് ഞാൻ പറയാം. ഞാനത് ക്ലാരിഫൈ ചെയ്തു. ഞാൻ പറഞ്ഞത് ഇത് ഇൻസിഡന്റ് ഞാൻ ക്ലാരിഫൈ അല്ല, ഗോവിന്ദാചാര്യ ആയാലും ഈ പറഞ്ഞ ഏത് ഇൻസിഡന്റ് ആയാലും ഇത് പൊടുന്നനെ എടുക്കേണ്ട ഒരു കാര്യമല്ല. ഇതല്ലാതെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ സ്വകാര്യമായി പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, ബാങ്കിലെ പ്രതിനിധി പറയുന്നുണ്ട്, ബാങ്കുകളിൽ പണം തീരുകയാണ്. ഈ സ്വാഭാവികമായി ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാനാകാതെ 2000 രൂപയുടെ നോട്ട് കിട്ടിയിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് മാറാൻ പറ്റണ്ടേ? ചില്ലറകൾ, ചെറിയ നോട്ടുകൾ ഇല്ലാതാകുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്നൊരു മെഷർമെൻറ്റ് ഇന്ത്യക്ക് കഴിയും. ഇന്ത്യയുടെ ബാങ്കിങ് സംവിധാനത്തിലെ ഉദ്യോഗസ്ഥരെ നാം വിശ്വാസത്തിലെടുക്കാൻ കഴിയും. വളരെ ശക്തമാണ് നമ്മുടെ നെറ്റ്വർക്ക്. എന്തുകൊണ്ട് ഇന്ത്യയെ പോലെ ശക്തമായ രാജ്യത്ത് അത്തരം പ്രിക്കോഷൻസ് എടുക്കാതെ നിങ്ങൾക്ക് പൊടുന്നനെ നടപ്പിലാക്കി? അതുകൊണ്ടാണ് ഇത്രയും ദുരന്തമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സതുദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ ആ സതുദ്ദേശം പോലും ചോദ്യം ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. അത് നിങ്ങളതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നില്ല. അത് അഡ്മിറ്റ് ചെയ്യുന്നില്ല ഇപ്പോഴും BJP. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യം ഇപ്പോൾ ഞാൻ പറയട്ടെ, 648 പേര് സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരായിട്ടുണ്ട്. കള്ളപ്പണത്തിനെതിരെ ശക്തമായ നിലപാട് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ ഗിരീഷ് കുമാർ, ഇന്ന് നമ്മൾ എന്താണ് കണ്ടത്? കഴിഞ്ഞ ദിവസം അങ്ങ് ഉൾപ്പെടെ ഈ ചർച്ചയിൽ പങ്കെടുത്താണ്. SBTയുടെ ജനറൽ മാനേജർ ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ചില മീറ്റിങ്ങുകൾ ഈ സമയത്ത് നടക്കുന്നതുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാത്തത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഇന്ന് സംസ്ഥാനത്ത് നടപ്പിലായോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ സംസ്ഥാനത്തെ ഭൂരിഭാഗം ATMകളിലും പണമില്ലായിരുന്നു. ഇന്ന് രാവിലെ ബാങ്കുകൾ നേരിട്ട് പണം നിറയ്ക്കുന്ന ATMകളിൽ മാത്രമാണ് പണം ഉണ്ടായത്. നോട്ടിന് വേണ്ടി പോയി ക്യൂ നിൽക്കാൻ വയ്യാത്ത സാധാരണക്കാർ പലയിടത്തും ഉണ്ട് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. സുഖമില്ലാത്തവർ ക്യൂവിൽ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഇന്ന് തിരക്ക് കുറച്ച് ബാങ്കുകൾക്ക് അവിടെ സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചുവെങ്കിലും പണം വേണ്ടത്ര കൊടുക്കാൻ സാധിച്ചോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇങ്ങനെ ഉള്ള വാർത്തകൾക്കിടയിലാണ് പല മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ബാങ്ക് ജോലിക്കാർക്ക് ഈ കസ്റ്റമറെ കയ്യേറ്റം ചെയ്യേണ്ടി വരുന്ന വാർത്തകൾ പോലും ഉണ്ടായത്. എന്താണ് താങ്കളുടെ നിരീക്ഷണം? വളരെ പ്രതിസന്ധിയിലാണ് ബാങ്കുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെ, വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ തരാതെ ഞങ്ങളെ മുഴുവൻ ആളുകളെയും രാജ്യത്തെ മുഴുവൻ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായത്. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ചെറിയ നോട്ടുകളും നമ്മൾ കൊടുത്തു തീർത്തിരിക്കുന്നു. ബാങ്കുകൾ 2000-ൻ്റെ നോട്ടുകൾ വാസ്തവത്തിൽ ATMൽ നിറയ്ക്കാൻ വേണ്ടത്ര നോട്ടുകൾ ഇല്ല എന്നുള്ളതാണ്. ആളുകൾക്ക് വേണ്ടത് 100ഉം 50ഉം ഒക്കെയാണ്. 10ഉം 20ഉം കൊടുത്ത് കഴിഞ്ഞ ആദ്യത്തെ ദിവസം നമ്മൾ സംതൃപ്തരാക്കി. ഇൻഡൻറ്റ് പോയിട്ടുണ്ട്, പണം വന്നിട്ടില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ ശക്തമായി ശനിയും നാളെയും മറ്റന്നാളും ബാങ്കുകൾ പ്രവർത്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ബാങ്കുകളിൽ നാളെയും മറ്റന്നാളും 2 ദിവസം അടഞ്ഞു കിടന്നെങ്കിൽ അത്യാവശ്യം തിങ്കളാഴ്ച വരുമ്പോൾ എവിടെന്നെങ്കിലും കാശുണ്ടാക്കി തരുമായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
എന്താണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് ശനിയാഴ്ച ഞായറാഴ്ച വന്ന് പണിയെടുക്കാൻ വന്നാൽ അവർ പണിയെടുക്കത്തില്ല. ഞങ്ങൾ ബാങ്ക് ജീവനക്കാർക്ക് പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടിയാണ്, രാജ്യത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി എല്ലാവരും പണിയെടുക്കുന്നു. 10ഉം 12ഉം മണിക്കുമാണ് ഇന്നലെ ശാഖകൾ അടച്ചത്. ഇന്ന് ആളുകൾ വന്ന് ഞങ്ങൾക്ക് കൊടുക്കാൻ കാശില്ല, ചെറിയ തുകകളില്ല. ഈ കാശ് ഉണ്ടാകുമെന്നും 2000 മാത്രമേ ഉള്ളൂ. ഉണ്ടാകുമെന്നും ഇന്നലെ ജനങ്ങളോട് പറഞ്ഞവർ എന്താണ് അപ്പോൾ ചെയ്തത്? കാശ് പുതിയതായി അടിച്ചു വന്നത് 2000-ന്റെ നോട്ട് മാത്രമാണ്. 500-ന്റെ നോട്ടോ 1000-ന്റെ നോട്ടോ ഇതുവരെ അടിച്ചു കിട്ടിയിട്ടില്ല. ഇരുന്ന ചെസ്റ്റുകളിൽ നേരത്തെ ആളുകൾ 1000-ന്റെ നോട്ടുകൾ ഇപ്പോഴാണ് സർക്കാർ തീരുമാനിച്ചത് വീണ്ടും അടിക്കാൻ. അതിന്റെ ആവശ്യം തന്നെ ഇല്ല എന്നാണ് ഏറ്റവും ആദ്യം പ്രധാനമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ അത് ചർച്ചയിൽ വന്നപ്പോൾ 1000-ന്റെ നോട്ട് കൂടി ഇറക്കും. അതിന് മാസങ്ങൾ എടുക്കില്ലേ ശ്രീ ഗിരീഷ് കുമാർ? ഇനിയും അത് അടിച്ച് പൂർത്തിയായി വരണമെങ്കിൽ അപ്പോൾ അത് പ്രതീക്ഷിക്കണ്ട. സർക്കാർ നോട്ട് കൊടുക്കാത്തതിന് പ്രതിഷേധം മുഴുവൻ ബാങ്ക് ജീവനക്കാരുടെയും ബാങ്കുകളുടെയും മേൽ ജനങ്ങൾ തീർക്കുകയാണ്. ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ എന്താണ് മദ്യഷാപ്പിന്റെ മുമ്പിൽ പോയി ഒരു സമാധാനമായി ക്യൂ നിൽക്കും. ബാങ്കിൽ തന്ന യവന്മാരാണ് പൈസ തരാത്തത് എന്നുള്ളൊരു തോന്നലല്ലേ? ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയി കുറെ ആളുകൾക്ക് പണം കൊടുത്തല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ നാളെ തിരക്കുകൾ കുറയും എന്നാണ് ഒരു അവകാശവാദം. അത് ശരിയാണോ? 2000 രൂപ കൊണ്ട് ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 4000 രൂപ 2000-ന്റെ നോട്ടും കൊണ്ട് ആളുകൾ ചില്ലറതാ എന്ന് പറഞ്ഞാണ് വരുന്നത്. കടയിൽ കൊണ്ട് കൊടുത്താൽ ഭക്ഷണം കിട്ടുന്നില്ല. ഈ അവസരം ഞങ്ങൾ എന്ത് ചെയ്യാൻ? അതേസമയം ATM-ലേക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ വരുമല്ലോ. ATM-ൽ ഇനിയിപ്പോ പണം കൂടുതൽ നാളെ തൊട്ടൊക്കെ വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ ബാങ്കിലെ തിരക്കുകൾ കുറെ കുറഞ്ഞ് അങ്ങോട്ടേക്ക് മാറില്ലേ? ATM-ൽ വയ്ക്കാൻ കാശില്ല. ATM-ൽ 2000 മാത്രമേ വയ്ക്കാൻ പറ്റുന്നുള്ളൂ. എല്ലാ ATM-ലും നമുക്ക് വയ്ക്കാനായിട്ടുള്ള സജ്ജീകരണമൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ വയ്ക്കാൻ കാശില്ല. അതാണ് നമ്മൾ പറയുന്നത്. അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ പാല് കാച്ചു മുമ്പ് വീട്ടിൽ കയറി താമസിച്ചു എന്നല്ല, ഇത് കട്ടള വയ്ക്കുന്ന മുമ്പ് വീട്ടിൽ കയറി താമസിച്ചോ എന്നാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഞങ്ങളെ ഇതിനകത്തിട്ട് ആളുകളെ ഇപ്പോൾ 2 മരണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചാലും ആത്മഹത്യന് മാനേജറുടെ കാര്യമെന്ന് പറഞ്ഞ് നാളെ മാനേജറെ അറസ്റ്റ് ചെയ്യും. നമുക്ക് ഇന്ന് എൻ്റെ ശാഖയിൽ എൻ്റെ ഒരു ബ്രാഞ്ചിൽ പോയിട്ട് ഞാൻ ഉച്ചവരെ അവിടെ ഇരിക്കുകയായിരുന്നു. അവിടുത്തെ സ്ഥിതിഗതി മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു, ബാങ്ക് ജീവനക്കാരുടെ നേതാക്കളുമായി സംസാരിച്ചു. അവരൊക്കെ പാനിക്കാണ്, നാളെ എന്ത് ചെയ്യും എന്നുള്ള ഒരവസ്ഥയിലാണ്. 2 ദിവസം ബാങ്ക് വർക്ക് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ ഞങ്ങളുടെ കൊടുക്കാനായിട്ട് കാശില്ല. അപ്പോൾ റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യൻ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഏറ്റവും ഏറിയാൽ ഒരാഴ്ച വരെ അല്ലെങ്കിൽ 2 ആഴ്ച വരെ എന്നാണ് ഇപ്പോൾ VV രാജേഷ്. ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത BJP-യുടെ സംസ്ഥാന വക്താവ് പറഞ്ഞത് ഒരാഴ്ച കൂടി എന്നാണ്. ഇന്ന് VV രാജേഷ് മുൻ വക്താവ് പറഞ്ഞത് ഒരാഴ്ചയും കൂടി ചേർത്ത 2 ആഴ്ച. പക്ഷെ അദ്ദേഹത്തിന് അല്പം കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളത് കൊണ്ട് 1 മാസം എന്ന് കൂടി ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. തീരുമോ പ്രശ്നം? അങ്ങനെ തീരുന്നതാണോ ശ്രീ ഗിരീഷ് കുമാർ ഈ പ്രശ്നം? ഇത് ആളുകളുടെ കയ്യിൽ ഉപയോഗിക്കാൻ വേണ്ടുന്ന ചില്ലറയും നോട്ടും കിട്ടുന്നത് വരെ ഈ പ്രശ്നം രൂക്ഷമായി തുടരുമെന്നാണ്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം പല ബാങ്കുകളും നഷ്ടമായി. ഞങ്ങൾ ശക്തമായി ബാങ്കുകളെ എങ്ങനെയെങ്കിലും ലാഭത്തിലാക്കാനുള്ള ശ്രമത്തിൽ ജീവനക്കാർ നെട്ടോട്ട് ഓടുന്നൊരു സാഹചര്യമാണ്. ഇന്നലെ ലോക അദാലത്തിൻ്റെ ദിവസമായിരുന്നു കഴിഞ്ഞ 2 ദിവസം. റിക്കവറിയുടെ ഒന്നും നടക്കുന്നില്ല, പണയമെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ 10 മണിവരെ ബാങ്കിലിരുന്ന് ജോലി ചെയ്യേണ്ടി വരികയാണ്. ഞങ്ങളിതിന് ഒരു പ്രതിഷേധമില്ലാതെ ഞങ്ങൾ 2 ദിവസം വർക്ക് ചെയ്യാൻ പറഞ്ഞു. രാത്രി 6-7 മണിവരെ കൗണ്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മനുഷ്യരാണ്. പേടിച്ചാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ പേടിക്കല്ല. ഒരു ജീവനക്കാരെന്ന രീതിയിൽ ഇതിനു മുമ്പും പലപ്പോഴും ഞായറാഴ്ച വേറൊരു ജീവനക്കാരോടും പറയില്ല. ഇപ്പോൾ 4 ദിവസം അവധി വന്നാൽ 5-ാം ദിവസം പോയി ബാങ്ക് ജീവനക്കാരൻ ബാങ്ക് തുറന്നു വയ്ക്കണമെന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രി പറഞ്ഞാലും പ്രധാനമന്ത്രി പറഞ്ഞാലും നമ്മൾ ജനങ്ങളുടെ സേവനമാണ്, ജനങ്ങളോട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ജീവനക്കാരാണ് എന്നുള്ളത് കൊണ്ട് നമ്മളത് കേൾക്കുന്നു എന്നുള്ളതാണ്. ശരി. ശ്രീ VV രാജേഷ്, ഒരു പക്ഷേ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ ഇരട്ടി സമയമൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. ഇത് മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളത് അങ്ങേക്കും അറിയാവുന്നതാണ്. ഒരുപാട് വിമർശന വിധേയമായ സാഹചര്യത്തിൽ പട്ടാളം പോലും കാവൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് പണിയെടുപ്പിച്ച കാലമൊക്കെ നമുക്കറിയാം. കൃത്യമായി കാര്യങ്ങൾ നടത്തിയതെന്ന് നമുക്കറിയാം. അത് വേണ്ടിവരും രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഞാൻ ഒന്നുകൂടി അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്, ഈ പറഞ്ഞ വിമർശനങ്ങളാണ് ബാങ്കിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി നാളെയും പ്രതീക്ഷിക്കേണ്ടത്. ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത, പണമില്ലാത്ത ബാങ്കുകൾ. എങ്ങനെ ഈ കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലായതുകൊണ്ടല്ലേ ഇപ്പോൾ 1000-500 കുറച്ചുകൂടി അങ്ങോട്ട് നീട്ടി വെച്ചിരിക്കുന്നത്? എന്തായാലും ബഹുമാനപ്പെട്ട ശ്രീ ഗിരീഷ് കുമാർ അവരുടെ ഒരു ബാങ്ക് ഓഫീസർ എന്നുള്ള മുതിർന്ന ഒരു ബാങ്ക് ഓഫീസർ എന്നുള്ള നിലയ്ക്കുള്ള പൂർണ്ണ ബഹുമാനം ഞാൻ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നല്ലൊരു ഇടതുപക്ഷ നേതാവ് സംസാരിക്കാൻ വേണ്ടി ഇരിക്കേണ്ട ഒരു സ്ഥലത്താണ് അദ്ദേഹത്തെ ഉചിതമായ തീരുമാനമെടുത്താൻ ലാലിരുത്തിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് ഒരു പോരായ്മയുണ്ട്. അല്ലല്ല, പോരായ്മയൊന്നുമില്ല. ഒരു ഇടതുപക്ഷ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ സാർ പറഞ്ഞപ്പോൾ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മുഴുവൻ കാര്യവും ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്നുള്ളത് ഒരു പോരായ്മയായിട്ടുള്ള ഒരു മഹിമയായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാനൊരു BJP പ്രവർത്തകനാണ്. ഞാൻ പറഞ്ഞത്
ഒരു ബാങ്ക് ഓഫീസറുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അക്കാര്യത്തിലുള്ള ചർച്ചകൾ ക്രിയേറ്റീവായിട്ട് ഞാൻ പ്രതീക്ഷിച്ചപ്പോഴേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഇടതുപക്ഷ വീക്ഷണം കൂടി കലർത്തി അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, ഞാൻ അദ്ദേഹത്തെ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ താങ്കൾ പറഞ്ഞപ്പോഴേക്കും ഞാനത് വളരെ വ്യക്തമായിട്ട് ഞാൻ കേട്ടു. ഇനി ഞാൻ താങ്കളെക്കുറിച്ചുള്ള എൻ്റെ നിരീക്ഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി താങ്കൾക്ക് മറുപടി പറയുന്ന സമയത്ത് അത് പറയാം. ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റ് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. നേരത്തെ വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ്. ഞാൻ കംപ്ലീറ്റ് കേരളത്തിലെങ്കിലും കൂടുതലാണ്. റഹീമും ഗിരീഷ് കുമാറും സംസാരിച്ചപ്പോൾ ലാൽ ഇടപെട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കാലത്ത് എന്താണ് നിങ്ങൾ ചെയ്തത്, ഇനിയിപ്പോ ഹെൽപ്പ് ഡെസ്കുകൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ ഈ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ചെയ്തതിനെ കുറിച്ചൊക്കെ ഞാൻ വീണ്ടും ഇടപെട്ടു. അല്ല, ഓരോ അക്ഷരം പറയുമ്പോൾ ഇടപെടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ പ്രശ്നങ്ങൾ വിക്ടിംസ് ആണ്. നിങ്ങളിപ്പോ ഭരിക്കുന്നവരാണ്. ചോദ്യം നിങ്ങളുടെ ചർച്ച തടസ്സപ്പെടുത്തുന്ന രീതിയിലല്ലോ ചോദിക്കേണ്ടത്. കുറച്ചുകൂടി ഒരു സംയമനം പാലിച്ചല്ലേ ചോദിക്കേണ്ടത്. എനിക്ക് പറയാനുള്ള അവസരം തരണമല്ലോ. ഇവിടെ ബാങ്ക് മാനേജർ കുറേ വിഷയങ്ങൾ പറഞ്ഞു. റഹീം കുറേ കാര്യങ്ങൾ പറഞ്ഞു. റഹീം പറഞ്ഞതെല്ലാം തന്നെ രാഷ്ട്രീയമാണ്, അവരുടെ രാഷ്ട്രീയമാണ് റഹീം പറയുന്നത്. റഹീം പറയുമ്പോഴും ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നത്, ഈ ആശയത്തെ റഹീമോ ആരും തന്നെ എതിർക്കുന്നില്ല, മോഡ് ഓഫ് ഓപ്പറൻഡിയാണ് എതിർക്കുന്നത്. ഞാൻ ഒരു കാര്യം, പിന്നെ ചൂർനാട് രാജശേഖരൻ പറഞ്ഞു മന്ത്രിമാരെ പിടിച്ച് അടച്ചിട്ട് പൂട്ടിയിട്ടു എന്നൊക്കെ. എൻ്റെ സാർ, ഓരോ ഗവൺമെൻറ്റിനും ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിന് അതാത് ഗവൺമെൻറ്റിൻ്റെതായ ഒരു ശൈലിയുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും രാജ്യം ഭരിച്ചതുപോലെ അല്ല നരേന്ദ്രമോദി ഭരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ശൈലിയുണ്ട്, ആ രീതിയാണ് ഭരിക്കുന്നത്. മന്ത്രിമാർക്കാർക്ക് പരാതിയില്ലല്ലോ. പിന്നെ മറ്റൊന്ന്, എന്തുകൊണ്ട് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഞാൻ അതിന് ആൻസർ തരാം. അതായത് റിസർവ് ബാങ്ക് ഗവർണർ എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, രാഷ്ട്രീയ നേതൃത്വമാണ് രാജ്യം ഭരിക്കുന്നത്. ഈ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ തന്നെ മറുപടിയും കൊടുത്തു. ഇതിപ്പോ നിങ്ങൾ രാഷ്ട്രീയമായി എടുത്തതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നരേന്ദ്രമോദി അതിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എല്ലാ ലാഭവും നേടിക്കോട്ടെ. പക്ഷേ നിങ്ങളിപ്പോ ഈ കാര്യങ്ങൾ പറയുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ, നടപ്പിലാക്കുമ്പോൾ സാധാരണ ജനങ്ങൾ എല്ലാവരും തന്നെ ഇടയ്ക്ക് ചിലരെങ്കിലും മരിച്ചു വീഴുന്നുണ്ടെങ്കിൽ അവർ രക്തസാക്ഷികളാകുന്നത് രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിക്കാനാണോ നിങ്ങളുടെ ശ്രമം? നാളെ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ? ഈ മരിച്ചവരൊന്നും കള്ളപ്പണക്കാരല്ല, സാധാരണ ആളുകളാണ്. ഇന്നലെ കണ്ണൂരിൽ 5 ലക്ഷം രൂപയോടുകൂടി PF നിന്ന് എടുത്തുകൊണ്ട് വന്ന് അത് ഇടാൻ പോയ ആളാണ് അവിടെ ആത്മഹത്യ ചെയ്തു എന്നിപ്പോൾ കേൾക്കുന്നത്. ലാലെ, ഈ രാജ്യത്തിലെ ഒട്ടുമുക്കാൽ ജനങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത രാഷ്ട്രീയ നേതാവ് തന്നെയാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി അവതരിപ്പിച്ചത്. ഇനി ലാൽ ചോദിക്കുന്നത് ഈ ക്യൂ നിൽക്കാൻ പോയവരൊക്കെ കള്ളപ്പണക്കാരാണോ? ലാൽ അങ്ങനെയൊക്കെ ബാലിശമായ ചോദ്യങ്ങളായിട്ടാണ് ഞാൻ ഇപ്പൊ പീഡനം അനുഭവിക്കുന്നത്. കുറയ്ക്കാൻ നിങ്ങൾ എന്ത് സൗകര്യം സംസ്ഥാന സർക്കാരിനോട് നിങ്ങൾ ചില സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇതിന്റെ വ്യത്യസ്ത സാഹചര്യമുള്ള ജമ്മു കാശ്മീരിൽ അല്ലെങ്കിൽ ഹിമാലയ സാനുക്കളോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ജനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ സാധിച്ചിട്ടുണ്ട്. ശരി, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ഇപ്പോഴത്തെ പ്രശ്ന പരിഹാരങ്ങളിൽ ഒന്നാണ് ഈ 1000-ഉം 500-ഉം വീണ്ടും കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ ഉദ്ദേശം മരിക്കുകയല്ലേ? അല്ല, ഒന്നുമില്ല, ഒരു ദശവും മരിക്കുന്നില്ല. കാരണം അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന എവിടെയൊക്കെയാ? ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന യാത്രാ സൗകര്യം തടസ്സപ്പെടുന്നു. പെട്രോൾ പമ്പുകളിൽ ഇത് മാറാം. പെട്രോൾ പമ്പുകാർക്ക് ബൾക്കായി എമൗണ്ട് ബാങ്കിൽ ഏൽപ്പിക്കാനുള്ള സൗകര്യം, ആശുപത്രികളിൽ, അതുപോലെ തന്നെ വൈദ്യുതി, വെള്ളക്കരം, KSRTC ട്രെയിൻ, ശ്മശാനം, പാൽബൂത്ത്, പിന്നെ ഫാർമസികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ പരിഹാരത്തിലേക്ക് പോകാതെ നേരത്തെ തന്നെ തയ്യാറെടുത്ത് നിങ്ങളുടെ തന്നെ ഇടയിൽ ആ ചർച്ച ഭംഗിയായി നടന്നിരുന്നുവെങ്കിൽ പോലും രഹസ്യമായിട്ടും ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. ഗവൺമെന്റ് എവിടെയോ പാളിച്ചകൾ വന്നു, വിമർശനങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നു. അല്ല, വിമർശനം ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ്. ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്നു, തീരുമാനം ഇംപ്ലിമെന്റ്, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പോയിന്റ് പറയാൻ സമയം തന്നെ. അത് ഗവൺമെന്റ് ഒരു തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്തു. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ പോയിന്റുകളിലാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് ഗവൺമെന്റ് ഒബ്സർവ് ചെയ്യുന്നു, അതിനെ കറക്റ്റ് ചെയ്യുന്നു ഗവൺമെന്റ്. ഇവിടെ ശ്രീ ഗിരീഷ് കുമാർ അവർക്ക് ഒരു കാര്യം പറഞ്ഞു. രാജേഷ്, അവിടെ അങ്ങ് പറഞ്ഞ ആ പോയിന്റിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ഗവൺമെന്റിന് കാര്യങ്ങൾ നടപ്പിലാക്കാം, അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ നടപ്പിലാക്കുന്ന മുറയ്ക്ക് പഠിച്ച് തിരുത്തലുകൾ വരുത്താം. പക്ഷെ രാജ്യത്തെ സാധാരണക്കാരന്റെ ജീവൻ വെച്ച് കളിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പരീക്ഷണത്തിനും ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന ഒരു പരിപാടിക്കും സാവകാശം. ഒരു കാര്യം ചെയ്യട്ടെ, ഈ പോയ ജീവനുകൾക്ക് ആര് ഉത്തരം പറയും? ഞാനൊരു കാര്യം ചെയ്യാം.
ഇങ്ങനെ ഇന്നിപ്പോൾ ജനങ്ങൾ ഇപ്പോൾ ഞാൻ കൈരളി ചാനലിൽ നിന്ന് രക്തസാക്ഷി എന്നൊക്കെ ഉള്ള വാക്ക് ഞാൻ കേൾക്കുകയാണ്. എന്തായാലും ശരി തന്നെ, ആൾക്കാർ ദൗർഭാഗ്യകരമാണ്, ആൾക്കാർ പലരും മരണപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഫെഡറൽ സിസ്റ്റമാണല്ലോ, നാളെ സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്ക് മെഡിക്കൽ എയ്ഡ് കൊടുക്കാനുള്ള സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ സേവന സഹായത്തോടെ മെഡിക്കൽ എയ്ഡ് കൊടുക്കാനുള്ള സഹായം മുൻ വക്താവ് ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ ഇടപെടണം, കൊടുക്കണം. അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് അവിടെ മെഡിക്കൽ സഹായം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. കാരണം ഇത് പ്രഖ്യാപിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ്, നടപ്പിലാക്കേണ്ടത് ഈ രാജ്യത്തെ മുഴുവൻ ഗവൺമെന്റുകളുടെയും ജനങ്ങളുടെയും ചുമതലയാണ്. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ മറുപടി അറിഞ്ഞ് അവസാനിക്കുക. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സേവനം അങ്ങേ അറ്റം തന്നെ പ്രശംസാർഹമാണ്. കാരണം വനിതകൾ ഉൾപ്പെടെയുള്ളവർ രാത്രി 8 മണിക്കും 9 മണിക്കും 10 മണിക്കും ജോലി ചെയ്തു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അധ്യാപകർ, ക്രൈസിസ് വരുമ്പോഴേക്കും പോലീസ് ഓഫീസേഴ്സ്, ഡോക്ടേഴ്സ്, ഇവരൊക്കെ തന്നെ 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുക. വനിതകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ടീച്ചേഴ്സ് എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ജനാധിപത്യം നിലനിർത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ പോകുന്നത് 8 മണിക്കോ 9 മണിക്കാണ് സാർ. പക്ഷേ ഇന്ന് ഒരു കാര്യമുണ്ട്, സൂചിപ്പിക്കാനുള്ളത് അതല്ല, ജനറൽ ബാങ്കിങ്, ബാങ്കുകളുടെ പ്രവർത്തനം എന്താ? നിക്ഷേപം സമാഹരിക്കുക, വായ്പ കൊടുക്കുക. ഒരു നിക്ഷേപം കൊണ്ടുവന്ന ഒരാളിന്റെ നിക്ഷേപം വാങ്ങിച്ച് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എഴുതി കൊടുക്കാൻ പറ്റുന്നില്ല, വായ്പ തിരിച്ചടയ്ക്കാൻ വരുന്നവരെ വാങ്ങിക്കാൻ പറ്റുന്നില്ല, റിക്കവറി നടപടി സ്വീകരിക്കാൻ പറ്റില്ല. സാർ, ഇത് 2 ദിവസമോ 5 ദിവസമോ 10 ദിവസമോ ഞങ്ങൾ അതെ ഒരു കാര്യം സാറിനോട് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ റിസർവ് ബാങ്കിനോട് പറഞ്ഞ് നാളെ ഒരു പത്രപ്രസ്താവന ഇറക്കാൻ പറയൂ. ജനങ്ങൾ പാനിക് ആകേണ്ടതില്ല. തീർച്ചയായിട്ടും പണമില്ലാതിരുന്ന കൊടുക്കാൻ കാശില്ലാതിരുന്ന എന്ത് ചെയ്യാനൊക്കും? കൊടുക്കാൻ കാശില്ലാതിരുന്ന എന്ത് ചെയ്യാനൊക്കും? കൊടുക്കാൻ കാശില്ലാതെ ആളുകൾ ഗവൺമെന്റിനോട് രോഷം ഞങ്ങളുടെ ജീവനക്കാരുടെ സൂര്യനാടിലേക്ക് ഒന്ന് പോയിട്ട് റഹീമിലേക്ക് നമുക്കത് പരിഹരിക്കണം. ആ ബാങ്ക് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ജനങ്ങൾ പണിയെടുത്തിട്ട് അവർ തന്നെ പ്രതികരിക്കും, നമുക്ക് നോക്കാം. ഇപ്പൊ ഇന്നത്തെ ചർച്ചയിൽ ബാങ്കുകാർ തൽക്കാലം ഏതോ ഒരാളെ കൈകാര്യം ചെയ്തു എന്നുള്ളൊരു വാർത്തയാണുള്ളത്. നാളെയും കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ശ്രീ വി രാജേഷ്, ഇത് ഇന്നത്തെ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണ് ഉണ്ടായത് ഞാൻ ഒന്നുകൂടി ചൂണ്ടിക്കാട്ടട്ടെ. പച്ചക്കറി കടക്കാർ, ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഓട്ടോ ഇട്ടിട്ട് മിണ്ടായിരിക്കുകയാണ്, അവർക്ക് അതിനകത്ത് കയറാനില്ല. അതെ, ബാക്കി കൊടുക്കാൻ പണമില്ലാത്തത് മാത്രമല്ല, അതിനകത്ത് കയറാൻ പണം ഉള്ളവനും തൽക്കാലം ഒന്ന് നടന്നേക്കാന്ന് വിചാരിക്കുകയാണ്. കാരണം ഈ പൈസ കൊടുത്ത് വേണം ആഹാരം എത്ര ദിവസത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള അറിയില്ല. അതുകൊണ്ട് പൈസ ഉണ്ടെങ്കിലും അവൻ ചായക്കടയിൽ കയറുന്നില്ല, ഓട്ടോയിൽ കയറുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവീസ് മേഖലകളിലല്ലാതെ കടകളിൽ പണിയെടുക്കുന്നവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, നമ്മുടെ നാട്ടിൽ തന്നെ സ്ത്രീകളായിട്ടുള്ളവർ പല വസ്ത്രാലയങ്ങളിലും പണിയെടുക്കുന്നവരുണ്ട്. അവിടെ കച്ചവടം നടക്കാത്തത് കൊണ്ട് അവരുടെ പണി പോകും എന്നൊരു ഭീഷണിയുണ്ട്. ഇതിനൊക്കെ പേടിക്കണ്ട, നിങ്ങളുടെ ആരുടെയും പണി പോകില്ല, അങ്ങനെ പോയാൽ സർക്കാർ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറയാൻ അമേരിക്കൻ മാതൃകയിൽ ചെയ്ത ഈ കാര്യങ്ങളിൽ അമേരിക്കയുടെ അതേ നീതി സമ്പ്രദായം നടപ്പിലാക്കാൻ BJP സർക്കാർ തയ്യാറാണോ? എൻ്റെ ലാലെ, പണി ഇപ്പോൾ അവർക്ക് ഒരു തൊഴിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോത്തീസ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് രാമേന്ദ്ര ടെക്സ്റ്റൈൽസ് കച്ചവടം ഇല്ലാത്തത് കൊണ്ട് മറ്റന്നാൾ രാവിലെ അവിടെയുള്ള എല്ലാ തൊഴിലാളികളെയും പറഞ്ഞു വിടും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിൻ്റെ പിറ്റേന്ന് അവസ്ഥ നോർമൽ ആകുമ്പോഴേക്കും ജനം വാങ്ങാൻ വരുമ്പോഴേക്കും എടുത്തു കൊടുക്കാറില്ല വേണ്ടേ? അതുകൊണ്ട് ഈ നമ്മളൊക്കെ ഈ ചർച്ച നടത്തുന്ന പോലെ അങ്ങനെ ഒരു വിഡ്ഢിത്തം പിടിച്ച തീരുമാനങ്ങളൊന്നും തന്നെ ഈ കച്ചവടക്കാരൊന്നും എടുക്കില്ല. അവർക്കറിയാം ഈ സിറ്റുവേഷൻ നോർമലാകും എന്നറിയാം. മറ്റൊന്ന്, ഇനി ഗവൺമെൻറ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നതിരിക്കട്ടെ, ഈ നാട്ടിലുള്ള എല്ലാവർക്കും പണി കൊടുക്കാം, നിങ്ങളുടെ ജോലിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം, അങ്ങനെയൊന്നും ഒരു ഗവൺമെൻറ് പറയാൻ സാധിക്കില്ല. സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും. ചെറിയ നോട്ടുകളുടെ ബുദ്ധിമുട്ടുണ്ട്, അപ്പോഴേക്കും അത് ഒരു 1-2 ആഴ്ച കൊണ്ട് പരിഹരിക്കും. ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു സിറ്റുവേഷൻ നമ്മുടെ രാജ്യം ഇതുവരെയും കണ്ടിട്ടില്ല. അതൊരു പുതിയൊരു കറക്ഷൻ പ്രോസസ്സിലേക്ക് പോകുന്നു. ഈ പാനിക് സിറ്റുവേഷൻ ആരാണ് ക്രിയേറ്റ് ചെയ്തത്? നമ്മുടെ നാട്ടിൽ അങ്ങ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിലും പങ്കെടുത്ത് നമ്മുടെ നാട്ടിന്റെ ഗ്രാമീണരുടെ ബാങ്കായ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയുന്നത് കേട്ടു. ഈ കാര്യങ്ങളിൽ ആരാണ് പാനിക് ആക്കിയത്? എവിടെയാണ് ആളുകളെ പാനിക് ആക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്? ഇപ്പോഴുള്ള ഈ പാനിക് എന്ന് പറയുന്ന സിറ്റുവേഷൻ മാധ്യമങ്ങൾ പടച്ചുവിടുന്നതാണോ അതോ യഥാർത്ഥത്തിലുള്ളതാണോ? ഡോക്ടർ ശൂരനാട്, താങ്കളോടാണ് ചോദ്യം. ലാലെ, ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. ഈ കേരളത്തിൽ
ഏറ്റവും കൂടുതൽ ഇടപാടുകാരും ഏറ്റവും കൂടുതൽ അക്കൗണ്ടുമുള്ള ഒരു മേഖല 14 ജില്ലാ സഹകരണ ബാങ്കുകളും അവരുടെ ഏതാണ്ട് 720ഓളം ബ്രാഞ്ചുകളുമുള്ള ഏറ്റവും വലിയൊരു ബാങ്കിങ് മേഖല ജില്ലാ സഹകരണ ബാങ്കുകളുടെ ഒരു മേഖലയാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു വാക്ക് എനിക്ക് പറയാൻ അവസരം തരണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ 63,000 കോടി രൂപയുടെ ഡെപ്പോസിറ്റുള്ള സ്ഥാപനം 14 ജില്ലാ സഹകരണ ബാങ്കുകളിലായിട്ട് ഏതാണ്ട് 32,000 കോടി രൂപയുടെ പിന്നെ വായ്പാ വിതരണം നടത്തിയ ഒരു സ്ഥാപനം, ഇത്രയും കൂടുതൽ ഇടപാടുകൾ നടന്ന ഒരു സ്ഥാപനത്തിന് ആദ്യത്തെ ദിവസം ഗവൺമെൻറ് പറഞ്ഞു, റിസർവ് ബാങ്ക് പറഞ്ഞു, ഈ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ അവിടെ സ്വസ്ഥമായിട്ടിരുന്നു, നിങ്ങളെ ഇടപെടുത്തത്തില്ല എന്ന് പറഞ്ഞു. അവസാനം സംസ്ഥാന മുഖ്യമന്ത്രിയും KPCC അടക്കമുള്ള സ്ഥാപനങ്ങളും അതിശക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ റിസർവ് ബാങ്ക് ഒരു ദാക്ഷിണ്യം കാണിച്ചു. നിങ്ങൾ ഡെപ്പോസിറ്റ് വാങ്ങിച്ചു, പക്ഷേ പണം മാറി പുതിയ പണം തരാൻ പറ്റില്ല. എന്തൊരു ചിറ്റമ്മ നയമാണ് കേരളത്തിലെ സഹകരണ മേഖലയോട് കാണിക്കുന്നത്. കേരളത്തിലെ സഹകരണ ബാങ്കിങ് മേഖലയോട് ഇത്രയും അപമാനകരമായി പ്രവർത്തിച്ച ഒരു കേന്ദ്ര സർക്കാർ ഇന്നേ ഇതുവരെ കണ്ടിട്ടില്ല. എത്ര കോടിയാണ്? 63,000 കോടി രൂപ. അതോടൊപ്പം തന്നെ ഏതാണ്ട് 1 കോടി രൂപ വരുന്ന 1 ലക്ഷം കോടി ഇടപാടുകളുള്ള സ്ഥലത്ത് അവരെ നോക്കുകുത്തികളായി മാറ്റിയിരിക്കുന്നു. അവരുടെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. എന്താണ് ഗവൺമെൻറ് ഇങ്ങനൊരു നിലപാടിലേക്ക് വന്നതെന്ന് നമുക്കൊരിക്കലും മനസ്സിലാകുന്നില്ല. ഇനി ജില്ലാ ബാങ്കുകൾ കൃത്യമായി ഇൻകം ടാക്സ് കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. ജില്ലാ ബാങ്കിലെ ഡെപ്പോസിറ്റർമാരുടെ ഇൻകം ടാക്സുകൾക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അതിൻ്റെ ഒക്കെ കൃത്യമായി കണക്ക് കൊടുക്കുന്നുണ്ട്. ആകെ പറയുന്ന ഒരു പരാതി പ്രൈമറി ബാങ്കുകളിൽ ഡെപ്പോസിറ്റർമാർക്ക് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലുള്ള ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിനും എൻ്റെ ഭാഗത്തൊരു മറുപടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2015 ചീഫ് ഇൻകം ടാക്സ് കമ്മീഷണറും കേരളത്തിലെ പ്രൈമറി ബാങ്കിൻ്റെ പ്രതിനിധികളുമായിട്ടുള്ള നടത്തിയ ചർച്ചയിലെടുത്ത ഒരു തീരുമാനമുണ്ട്. 25 ലക്ഷം രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ളവരുടെ ലിസ്റ്റ് പ്രൈമറി ബാങ്കുകൾ ഇൻകം ടാക്സിന് കൊടുക്കണം. അത് കഴിയുന്നതുവരെ പ്രൈമറി ബാങ്കുകളിലേക്ക് ഈ ആക്രമണം വരില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത ദിവസം തന്നെ ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പല പ്രൈമറി ബാങ്കുകളിലും കയറിപ്പറ്റി അവിടെ കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യൻ ചോദിക്കൂ. ആ തർക്കമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് പ്രൈമറി ബാങ്കിൻ്റെ കാര്യം, അവർ ബാങ്കിങ് മേഖലയാണ്. ഈ ജില്ലാ സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ റിസർവ് ബാങ്കിൻ്റെ ലൈസൻസോട് പ്രവർത്തിക്കുന്ന 14 ജില്ലാ സഹകരണ ബാങ്കുകൾക്കും അതിന് 720ഓളം ബ്രാഞ്ചുകൾക്കും കേരളത്തിലെ ഗ്രാമീണ മേഖലയിൽ ഇത്രയും സമ്പന്നത പകർന്ന മേഖലകളെ വിശ്വാസത്തിലെടുക്കാൻ റിസർവ് ബാങ്കും കേന്ദ്ര ഗവൺമെൻറ്റും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ കുറ്റകരമായ ഒരവസ്ഥയാണ്. കേരള മുഖ്യമന്ത്രിയും കേരളത്തിലെ KPCC അടക്കമുള്ളവർ ഇടപെട്ടപ്പോഴാണ് ഡെപ്പോസിറ്റ് വാങ്ങിക്കാനെങ്കിലും അനുവാദം വാങ്ങിച്ചത്. ഏതായാലും പണം കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഇടപാടുകാർ ലക്ഷക്കണക്കിന് വരുന്ന അവരുടെ ഇടപാടുകൾ എന്ത് ചെയ്യണം? എന്താണ് ഇങ്ങനെ കേരളത്തിലെ ഗ്രാമീണ സമ്പദ് മേഖലയോടും ഈ ക്രെഡിറ്റ് മേഖലയോടും ഇങ്ങനൊരു ചിറ്റമ നയം റിസർവ് ബാങ്കും ഗവൺമെന്റും കാണിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വളരെ മോശപ്പെട്ട ഒരു ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യുന്നത് ഈ പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്, അത് പരിഹരിക്കാൻ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയവരും മുൻകൈ എടുക്കുമോ? ശ്രീ റഹീം, താങ്കൾ കൂടി പറഞ്ഞ VV രാജേഷിന് അത് മറുപടി പറയാൻ എളുപ്പമാകും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ പാനിക് ആക്കുന്നത് ജനങ്ങളെ ആരാണ്? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അവരെ രാജ്യത്തിനോടൊപ്പം നിർത്തേണ്ടതിന് പകരം വലിയൊരു യുദ്ധത്തെ നേരിടുന്ന തയ്യാറെടുപ്പുകൾ നിങ്ങളും നടത്തി ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് ഇവരുടെ ആരോപണം. കള്ളപ്പണം നിയന്ത്രിക്കുന്നുള്ള നടപടികൾ നവീകരിക്കുന്നതിനോട് അനുകൂലമായ നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. ഞാൻ വായിക്കുന്നത് ആരാണ് പാനിക് ഉണ്ടാക്കുന്നത് വ്യക്തമാക്കാനാണ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിൽ രാജ്യത്ത് സാധാരണ അവസ്ഥ പുനഃസ്ഥാപിക്കാൻ ഇനിയും ആഴ്ചകളെടുക്കും. എങ്കിലും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തും. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പോവുകയാണ്. ഇത് CMൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. ആരാ പാനിക് ഉണ്ടാക്കുന്നത്? പാനിക് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ. പാനിക് ഉണ്ടാക്കുന്ന ശ്രീ ശൂരനാട് ഇപ്പോൾ പറഞ്ഞ വിഷയമാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ആശ്രയ കേന്ദ്രമായ സഹകരണ മേഖല, ആ സഹകരണ മേഖലയെക്കുറിച്ച് അവാസ്തവമായ ഒരു കാര്യം മുൻനിർത്തി എന്തിനാണ് അർത്ഥസത്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് എന്തിനാണ് പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ BJPയുടെ നേതാവ് ശ്രീ K. സുരേന്ദ്രനെ പോലുള്ളവർ മുന്നിട്ട് വന്നത്? ആ പാനിക് സിറ്റുവേഷൻ ഇവരാണല്ലോ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ രാജ്യത്ത് 26 പബ്ലിക് സെക്ടർ ബാങ്കാണ്. ഞാൻ രാജ്യത്തിൻ്റെ കണക്കാണ് പറയുന്നത്.
25 പ്രൈവറ്റ് സെക്ടർ ബാങ്ക് പ്ലസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, കുറച്ചുകൂടി അധികം ഉണ്ടാകും. 56 റീജിയണൽ റൂറൽ ബാങ്കുകളുണ്ട്. 1589 അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ രാജ്യത്തുണ്ട്. ഈ പറയുന്ന പ്രാഥമിക സർവീസ് സഹകരണ ബാങ്കുകൾ 93,550 റൂറൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ കേരളത്തിൽ ഇന്ത്യയിലുണ്ട്. പബ്ലിക് സെക്ടർ ബാങ്ക് അങ്ങനെ ഈ നമ്മുടെ രാജ്യത്ത് നാഷണലൈസ്ഡ് ബാങ്കുകളോ കേന്ദ്രീകൃത ബാങ്കിങ് സംവിധാനത്തിനോ അപ്പുറത്ത് രാജ്യത്താകെ പരന്നു കിടക്കുന്ന വലിയ ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്നത് ഞാനീ പറഞ്ഞ ബാങ്കിങ് സംവിധാനമാണ്. അതിനെ വിശ്വാസത്തിലെടുക്കണ്ടേ? ഇതുപോലൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഞാൻ ശ്രീ ഗിരീഷിനെ വല്ലാത്ത വിധം അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഇന്നലെ ഇതേ പാനലിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു, വളരെ ഡിഫെൻഡ് ചെയ്യായിരുന്നു സർക്കാരിൻ്റെ നിലപാടുകളെ. പക്ഷേ ഇന്ന് അദ്ദേഹം അങ്ങനെയല്ല. കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നോട്ട് കൃത്യമായി എത്തിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇപ്പോൾ കള്ളപ്പണം നേരിടുന്നതിനോട് ഞാൻ ആദ്യഘട്ടത്തിൽ ഉയർത്തിയ മുഴുവൻ ചോദ്യങ്ങളെയും രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിൽ അദ്ദേഹം ബോധപൂർവ്വം ഉപേക്ഷിച്ചു. പക്ഷേ ഞാൻ എങ്കിലും ചോദ്യങ്ങൾ ഇല്ലാതാകുന്നില്ല, കേട്ടിരിക്കുന്ന പ്രേക്ഷകർ കേൾക്കുന്നു. ശരി, വി രാജേഷ് മറുപടി പറയുക. അവിടെ ഒരു കാര്യം കൂടി ഞാൻ അങ്ങയോട് ചേർക്കുകയാണ്. ഈ പറഞ്ഞ അർത്ഥത്തിൽ നേരത്തെ ആരൊക്കെ പറയുകയുണ്ടായി, രാജ്യത്ത് ബാങ്കുകൾ എത്ര ചുറ്റളവിലാണ്, എത്ര കിലോമീറ്റർ ചുറ്റളവിലാണുള്ളത്. ഡോക്ടർ ശൂരനാടും അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗ്രാമങ്ങളിൽ ആളുകൾ അവർക്ക് കൂടുതൽ അടുത്തുള്ള പല മാർഗങ്ങളെയും സ്വീകരിക്കും. അത് ഗ്രാമങ്ങളുടെ സ്വഭാവമാണ്. അവിടെയൊക്കെ ഇത്തരം സഹകരണ സംഘങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് ശ്രീ രാജേഷ്. അതൊന്ന്. രണ്ടാമത്, ഈ കഷ്ടത അനുഭവിക്കുന്നവർക്ക് എന്താണ് നിങ്ങളുടെ ഉപദേശം? ഇല്ല അല്ലേ, ആദ്യം ശൂരനാട് പറഞ്ഞ ബാങ്കിൻ്റെ പരിധിയെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ വടക്കിൻ്റെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞ വളരെ കൃത്യമാണ്. കേരളത്തിലുള്ളതുപോലെ അത്രത്തോളം അടുത്തടുത്ത് ബാങ്കുകളില്ല, ബുദ്ധിമുട്ടുണ്ട്. ഗവൺമെൻറ് പോസ്റ്റ് ഓഫീസ് സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ. പോസ്റ്റ് ഓഫീസിലേക്ക് ആ ഗ്രാമങ്ങളിൽ പോപ്പുലേഷൻ കുറവാണ്. അവിടെ ഉള്ളവർക്ക് ആവശ്യമുള്ള പണം അവിടെയുള്ള ഇപ്പോൾ തിക്ലി പോപ്പുലേറ്റഡ് ഏരിയയിലാണ് ഷോർട്ടേജ് വരുന്നത് പണത്തിന്. പോപ്പുലേഷൻ കുറവുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റ് ഓഫീസുകളിൽ പണം മാറുവാനുള്ള സംവിധാനം ചെയ്തതിന് ശേഷമാണ് വടക്കേ ഇന്ത്യ ഉൾപ്പെടെ തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നത്. വടക്കേ ഇന്ത്യയെക്കുറിച്ച് അറിയാത്ത ഗവൺമെന്റ് അല്ലല്ലോ. പോസ്റ്റ് ഓഫീസിലൊക്കെ ഇപ്പൊ ഇതുപോലെ ഇത്രയധികം ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് തന്നെ കിട്ടുന്നത് ഫലപ്രദമാണെന്നാണ് രാജേഷ് പറയുന്നത്. നോർത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. അതാ സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടെ. എന്റെ റഹീമെ, ഇന്ത്യയിലെ മുഴുവൻ ഭരണത്തിന്റെയും കണക്കെടുത്തിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യരുത്. വേറൊന്ന്, ഇവിടെ ശൂരനാട് പറഞ്ഞ ഇവിടുത്തെ ചിറ്റം വന്നത്, ഞാനും ആ സഹകരണ ബാങ്കുകളിലെ ചർച്ചയിലേക്ക് ഞാനായിട്ട് അത് എടുത്തിട്ടില്ല, എപ്പോഴാണ് പോകുന്നത് കാത്തിരിക്കുകയായിരുന്നു. കേരളത്തോടൊന്നും ഒരു ചിറ്റം വന്നതും ഇല്ല. പണം ഇപ്പോൾ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് നോട്ടുകൾ വിതരണം ചെയ്ത് വരുന്നതേ ഉള്ളൂ, 2-3 ദിവസം കൂടി എടുക്കും. അതുകൊണ്ടാണ് പണം കൊടുക്കുവാൻ വേണ്ടി കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് പറഞ്ഞത്. മറ്റൊന്ന്, എന്താ ഇത്ര ആശങ്ക? സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടി ഇവിടെ ആരും ശ്രമിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ, പ്രത്യേകം കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ നല്ല സമ്പദ്ഘടനയിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾ തന്നെയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ. ആ സഹകരണ മൂവ്മെൻറ്റിനെ ശ്ലാഘിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഈ സഹകരണ പ്രസ്ഥാനങ്ങളുടെ മറവിൽ വളരെ വലിയ തോതിൽ അൺഅക്കൗണ്ടഡ് മണി ഡെപ്പോസിറ്റ് ചെയ്യുന്ന, അത് മാറിയെടുക്കുന്ന ഒരു പ്രവണത കേരളത്തിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ സഹകരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ നിയമത്തിന് മുകളിൽ നിൽക്കണം, നിയമത്തിന് അതീതരായിരിക്കണം, എന്തിനാണ് വാശി പിടിക്കുന്നത്? സഹകരണ സ്ഥാപനങ്ങൾ ഒരു 10 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, നിങ്ങളതിൻ്റെ സോഴ്സ് പറഞ്ഞാൽ മതി. ഫ്രം വെയർ യു ഗോട്ട് ദ മണി. ഒരു വ്യക്തി കൊണ്ടുവന്ന് 10 ലക്ഷം രൂപ സഹകരണ സ്ഥാപനത്തിൽ ഇടുമ്പോൾ ആ പണം എവിടെ നിന്ന് കിട്ടി എന്ന് ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ? അത് നിങ്ങൾ ചോദിക്കരുത്. അത് ചോദിച്ചാൽ ഉടൻ തന്നെ ആക്രമണമാകുമെന്ന് പറഞ്ഞാൽ, റഹീം, ഞാൻ ചോദിക്കട്ടെ, സഹകരണ സ്ഥാപനത്തെ ആരാ തകർക്കാൻ ശ്രമിക്കുന്നത്? സഹകരണ സ്ഥാപനങ്ങളുടെ മറവിൽ കള്ളപ്പണമുള്ളവർ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴേക്കും ആ പണം എവിടെ നിന്നാണ് കിട്ടിയത്? വളച്ചൊടിക്കേണ്ട. സഹകരണ സ്ഥാപനങ്ങൾ ആരും തകർക്കാൻ ശ്രമിക്കില്ല, പക്ഷേ അവരും അക്കൗണ്ടബിൾ ആണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2015 ഇത് സംബന്ധിച്ച് കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇൻകം ടാക്സ് ആക്ടിലെ 133 ക്ലോസ് 6 പ്രകാരം ഈ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിന്റെ സോഴ്സ്, അതിന്റെ വിവരങ്ങൾ കൊടുക്കാൻ ബാധ്യതയുണ്ട് ബാങ്കുകൾ. തീരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ ശൂരനാട് നേരത്തെ പറഞ്ഞത് എറണാകുളത്ത് വെച്ച് ചേർന്ന മീറ്റിംഗിനെ കുറിച്ചാണ്. ആ മീറ്റിംഗിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ 1500ഓളം ബാങ്കുകൾ ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞു, മുഴുവൻ കണക്കും.
അത് 25 ലക്ഷത്തിൽ കൂടുതൽ ഒരാൾക്ക് ഡെപ്പോസിറ്റ് ഉണ്ട് ഞാനെന്താ ആ ഡെപ്പോസിറ്റിന്റെ കണക്ക് ഞാൻ കഴിഞ്ഞു. ഞാൻ പറയട്ടെ ഈ 25 ലക്ഷം എന്നുള്ളത് ആര് കണ്ടുപിടിച്ചു? ആരാ തീരുമാനിച്ചത്? അല്ലല്ല, ഈ 25 ലക്ഷം എന്നുള്ള പരിധി ആരാ തീരുമാനിച്ചത്? 3 ലക്ഷം. ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയല്ല. ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയല്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 10,000 നോട്ടീസ് അയച്ചു. ഈ ഗവൺമെന്റ് എത്രയോ സഹകരണ സംഘങ്ങൾക്ക് നോട്ടീസ് അയച്ചു. ഡോക്ടർ ശൂരനാട് അതിനകത്തൊരു കമന്റ് ഉണ്ടോ? അതിനകത്തൊരു കമന്റ് ഉണ്ടോ? നിങ്ങൾ ഒരുമിച്ച് നിർത്തൂ. കേരളത്തിലെ ഒരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കറിയാനുള്ള ഈ നീക്കത്തെ നിങ്ങൾ ഈ 25 ലക്ഷം എന്നുള്ള പരിധി 15/1/2016 എറണാകുളത്ത് കേരളത്തിന്റെ ചീഫ് ഇൻകം ടാക്സ് കമ്മീഷണറും കേരളത്തിലെ പ്രൈമറി അഗ്രികൾച്ചർ ബാങ്കുകളുടെ പ്രതിനിധികളും കൂടി ഒരുമിച്ച് കൂടിയ യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് 25 ലക്ഷത്തിൽ കൂടുതലുള്ളതിന്റെ ലിസ്റ്റ് കൃത്യമായി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മാറ്റം വന്നിട്ടില്ല. ആ മീറ്റിംഗ് പറഞ്ഞു ഞാൻ പറയട്ടെ, പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളാണ് നിക്ഷേപിക്കാൻ അവകാശപ്പെട്ടത്. അവർക്ക് നിക്ഷേപിക്കാൻ പറ്റൂ. അവ അംഗങ്ങളിൽ നിന്നുള്ള സമ്പാദ്യമാണ്. എന്നോട് ക്ഷമിക്കുക, സമയപ്രശ്നമുണ്ട്. ഇന്നത്തെ ദിവസം ഈ ചർച്ച ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ എല്ലാ അതിഥികളും എന്നോട് ക്ഷമിക്കണം. ഈ പറഞ്ഞ കാര്യത്തിൽ ഇന്ന് ബാങ്കുകളിൽ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നാളെ ഉണ്ടാകുമോ എന്ന അന്വേഷണമാണ് ഇവിടെയൊക്കെ എത്തി നിൽക്കുന്നത്. അത് നാളെ ഉണ്ടാകും എന്ന് പറയാൻ പ്രവചിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇപ്പോഴും കൃത്യമായ മറുപടി രാജേഷിനും നാളെയെക്കുറിച്ച് പറയാൻ ഈ ചർച്ചയിലും ആയിട്ടില്ല. എന്തായാലും തൊഴിൽ നഷ്ടപ്പെട്ടവരും കച്ചവടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായവരും വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ് എന്നുള്ളത് രാജ്യത്തെ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കുമോ? അതാണ് രാജ്യം കാത്തിരിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, എ റഹീം, വി രാജേഷ്, ശ്രീ ഗിരീഷ് കുമാർ.